കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണങ്ങൾ അത് ആരംഭശൂരത്വം മാത്രമേ കാണുന്നുള്ളൂ. അതിനുശേഷം ഫലങ്ങളൊന്നും കാണുന്നില്ല. ഒടുവിൽ BJP നേതാവായ മുൻ DGP സെൻകുമാറിന് പോലും ആ സത്യം പറയേണ്ടി വന്നിരിക്കുകയാണ്. കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ED അന്വേഷിച്ച ബഹുഭൂരിപക്ഷം കേസും വെറും നനഞ്ഞ പടക്കങ്ങളായി മാറിയിരിക്കുകയാണ്. ചില കേസുകൾ EDയും BJP സർക്കാരും ചേർന്ന് ഡീലാക്കിയെങ്കിൽ ED വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ പല കേസുകളിലും തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ അന്വേഷണം പാതി വഴിക്കാം. ആദ്യം തന്നെ ED ഡീലാക്കിയ രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ പറയാം. ആദ്യത്തേത് കോൺഗ്രസ് നേതാവും ഇപ്പോഴും തൃപ്പൂണിത്തറ MLAയുമായ K ബാബുവിനെതിരായ കേസ്. ഈ കേസിൽ K ബാബു അനധികൃതമായി സമ്പാദിച്ച 25 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിട്ടും തെളിവുകൾ ലഭിച്ചിട്ടും കേസിൽ K ബാബുവിനെ ED അറസ്റ്റ് ചെയ്തതുമില്ല, കടുത്ത നടപടികളിലേക്ക് കടന്നതുമില്ല. പ്രത്യുപകാരമെന്നോണം ഇത്തവണ K ബാബുവിന്റെ സ്വന്തം തൃപ്പൂണിത്തറ നഗരസഭ BJP വിജയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഡി അത് കോൺഗ്രസ് നേതാവും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ DS ശിവകുമാറിന്റെ ED കേസാണ്. വിജിലൻസിൽ നിന്ന് ED ഏറ്റെടുത്ത കേസിൽ ശിവകുമാറിനെ ചോദ്യം ചെയ്തെങ്കിലും അതിൽ കൂടുതലായി ഒന്നും ചെയ്യാൻ EDയെ അതിന്റെ യജമാനന്മാർ അനുവദിച്ചില്ല. അതിന്റെ കാരണം നാട്ടിലെ യൂത്ത് കോൺഗ്രസുകാർ തന്നെ മാധ്യമങ്ങളോട് ഒരിക്കൽ വിളിച്ചു പറഞ്ഞിരുന്നു. കൊച്ചിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മന്ത്രി VS ശിവകുമാറിനെതിരെ കടുത്ത വിമർശനം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളാണ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശിവകുമാർ BJPക്ക് വോട്ട് മറിച്ചതായി ഭാരവാഹികൾ ആരോപിച്ചു. ഈ രണ്ട് കേസും കോൺഗ്രസ് നേതാക്കളുമായി EDയുടെ യജമാനന്മാർ ഉണ്ടാക്കിയ ഡീലുകളാണെങ്കിൽ ED അതിന്റെ യജമാനന്മാർക്ക് വേണ്ടി തെളിവുകൾ ഒന്നുമില്ലാതെ തന്നെ കോലാഹലമുണ്ടാക്കിയ ചില കേസുകൾ കേരളത്തിലുണ്ട്. അതിലൊന്നാണ് സ്വർണ്ണക്കടത്ത് കേസ്. അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ ഈ വർഷം ജനുവരി 9 പുറത്തിറങ്ങിയ മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലെ വാർത്ത നോക്കിയാൽ മതി. സ്വർണ്ണക്കടത്ത് കിഫ്ബി കേസുകളുടെ അന്വേഷണ ചുമതലയുള്ള P രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനെ അഴിമതിയുടെ പേരിൽ പിരിച്ചുവിട്ടതിന്റെ മനോരമ വാർത്തയുടെ അവസാനത്തെ 2 പാരഗ്രാഫിൽ അയാൾ അന്വേഷിച്ച കേസുകളുടെ സത്യാവസ്ഥയും ഒളിഞ്ഞു കിടക്കുന്നു. അത് ഇങ്ങനെയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ കാവൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 2 വനിതാ പോലീസുകാർ രാധാകൃഷ്ണനെതിരെ ആരോപണം ഉന്നയിച്ചതിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കേസിൽ മുഖ്യമന്ത്രിയുടെ പേരു പറയാൻ രാധാകൃഷ്ണൻ പ്രതികളെ നിർബന്ധിച്ചെന്നായിരുന്നു അവരുടെ മൊഴി. ഇത് ശരിവച്ച സ്വപ്നയുടെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. തന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിച്ചതാണെന്ന് സ്വപ്ന പിന്നീട് പറഞ്ഞു. ഇതിനിടെ അദ്ദേഹത്തെ ആദ്യം ചെന്നൈയിലേക്കും പിന്നീട് കശ്മീരിലേക്കും സ്ഥലം മാറ്റി അഴിമതി ആരോപിച്ച് പലരും പരാതി നൽകി. ഇതാണ് സ്വർണ്ണക്കടത്ത് കേസിന്റെ യാഥാർത്ഥ്യമെന്ന് മനോരമ അറിയുന്നത് ഇപ്പോഴല്ല. ഏറെ മുൻപ് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും അത് നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും മനോരമ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തായാലും സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനുമൊക്കെ ഈ രീതിയിൽ അന്വേഷിച്ച കോൺഗ്രസ് നേതാക്കളുടെ കേസുകൾ ഡീലാക്കിയ അതേ ED തന്നെ ഇപ്പോൾ ശബരിമല സ്വർണ്ണമോഷണ കേസിലും അന്വേഷണവുമായി എത്തുമ്പോൾ എന്താണ് തിരക്കഥയെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. പതിവ് കലാപരിപാടി തന്നെ. ഇലക്ഷൻ കഴിയുന്നവരെ CPM നേതാക്കളെ സംശയത്തിന്റെ മുനയിൽ നിർത്തണം, ചോദ്യം ചെയ്യുക, കഴിയുമെങ്കിൽ അറസ്റ്റ് ചെയ്യുക. അങ്ങനെ BJPക്കും കോൺഗ്രസിനും ഒരു സുവർണാവസരം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുക്കും. അത്ര തന്നെ.